ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അവയർനെസ്, ന്യൂ വിഷൻ, moment to moment, morality, isolation, inner voice, participation, success, ചേഞ്ച്, പൊളിറ്റിക്സ്, പ്ലേഫുൾനെസ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കാം. അപ്പം നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബന്ധം ഇപ്പോൾ മാറുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ പ്രശ്നങ്ങളും സമീപനങ്ങളും എല്ലാം മാറ്റേണ്ട ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് സോൾവ് ചെയ്യാനോ ഫിക്സ് ചെയ്യാനോ സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പതിയെ മാത്രമേ ഈ ഒരു ബന്ധത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമ ഇവിടെ വളരെ അത്യാവശ്യമായിട്ട് കാണുന്നു. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ മറഞ്ഞിരുന്ന സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കാനായി പോകുന്നു. നിങ്ങൾ ഇത്രയും കാലം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ പല കാര്യങ്ങൾക്കും കൺഫ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇനി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ സ്വഭാവം കാണാനിടയാകും എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി കാണാനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ലൈറ്റ്, ഡിവൈൻ എനർജി നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് അധികം സ്ട്രെസ് അടിക്കാതെ കാമായിട്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലെ പ്രശ്നങ്ങൾ റോളർ കോസ്റ്റർ പോലെ തോന്നിയാലും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് റിലേഷൻഷിപ്പിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് എല്ലാ കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ നീതിപൂർണമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നോ ചതിക്കണമെന്നോ ചിന്തിക്കാതെ വളരെ പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതുപോലെ ജീവിതത്തിൽ ഒന്നും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവണമെന്നുമില്ല. നിങ്ങളെന്നും ഒറ്റയ്ക്കാണ്. ആരോടും ഒന്നും തുറന്നു പറയാതെ എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നെഞ്ചിൽ വളരെയധികം ഭാരം തോന്നുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോഴുള്ളത്. നിങ്ങൾ തീർത്തും സൈലൻ്റായി മാറിയിട്ടും ഉണ്ടാകാം. എപ്പോഴും ഹാപ്പിയായി ഓടിച്ചാടി നടന്ന നിങ്ങൾക്ക് ഇതെന്ത് പറ്റി എന്നുള്ളത് വരെ മറ്റുള്ളവർ ചോദിച്ചിട്ടും ഉണ്ടാകും. അത്രയ്ക്കും നിങ്ങൾ മാറിപ്പോയ ഒരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ശക്തമാണ് എന്നുള്ളതാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ ബ്ലോക്കേജസ് എല്ലാം മാറിയ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ തേടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ വേറെ എങ്ങും പോയി അന്വേഷിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നേരായ വഴി ഡിവൈൻ കാണിച്ചു തരുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കുട്ടിക്കളി പോലെ ആകാം കണ്ടിരുന്നത്. നിങ്ങളോട് അങ്ങനെ ആയിരിക്കാം സമീപിച്ചിട്ടുമുള്ളത്.
നിങ്ങളെ പല കാര്യത്തിനും പരിഹസിച്ചിട്ടുമുണ്ടാകും. നിങ്ങളുടെ വ്യക്തി എല്ലായ്പ്പോഴും റിയൽ അല്ലായിരുന്നു. ഒരു മാസ്ക് ധരിച്ചാകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തുടരുന്നത്. ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഹൈഡ് ചെയ്യുന്നു. പൂർണ്ണമായും നിങ്ങളോട് ഓപ്പൺ ആകുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഉള്ളിൽ ഒരുപാട് ഹിഡൻ അജണ്ടാസ് ഉള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. പുറത്ത് വളരെ സ്വീറ്റ്, ചാമിങ്, കെയറിങ് പോലെ തോന്നിയാലും ഹിഡൻ ഇൻറ്റൻഷൻ ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. ചിലപ്പോൾ അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. അതുകൊണ്ട് മുഴുവൻ സത്യങ്ങളും പുറത്ത് പറയാതെ ഈ ഒരു പേഴ്സൺ ഒരു മാസ്ക് അണിഞ്ഞാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് പോകുന്നു. മേ ബി ഈ ഒരു പേഴ്സണിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം നിങ്ങൾ കാണാൻ ഇടയാകുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് എല്ലാം ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് പനിയായിട്ടിരിക്കുകയാണ്, അപ്പം ഇടയ്ക്ക് ചുമയ്ക്കാനായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു എഫേർട്സ് ഇടുന്നില്ലെങ്കിൽ വൈകാതെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു എഫേർട്സ് ഇടാൻ തയ്യാറാകുന്നതാണ്. എന്തായാലും നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പതിയെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയി മാറുന്നതാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇത്രയും കാലം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാത്രമായിരിക്കും എഫേർട്സ് ഇട്ട് നിന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുമായി ചേർന്ന് സന്തോഷങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പങ്കിടണമെന്ന് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട്. അപ്പം അത് എന്തായാലും നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണല്ലേ. അപ്പം ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിൽ വിജയമുണ്ടാകുമെന്ന് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളോടൊപ്പം ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിലെ അച്ചീവ്മെൻറ്റ് പോലെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ ജീവിതമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരിടത്ത് സ്റ്റക്കായി നിൽക്കുന്നതല്ല. എപ്പോഴും ഉയർച്ച താഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണല്ലേ. അതെല്ലാം ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഒരിക്കലും പെർമനൻ്റ് അല്ല. പതിയെ പതിയെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം മാറുന്നതാണ്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നതാണ്. കാരണം ഇപ്പോൾ നിങ്ങളോടൊന്നും തുറന്ന് പറയുന്നില്ലെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കും. ഇത്രയും കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ വളരെ സീരിയസ് മൈൻഡോട് കൂടി കാണണമെന്നുള്ളത് ചിന്തിക്കുന്നു. അപ്പം ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ വലിയ ചേഞ്ചുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അപ്പം മാറ്റങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നത്. എങ്കിൽ മാത്രമല്ലേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫേസിലേക്ക് നമുക്ക് കടക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ജീവിതത്തിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത ലഭിക്കുന്നതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.